ഉദയം കാത്ത് ഒരു ജനത ഉണ്ടോ? ഇല്ല, ഇല്ലില്ലേ ഇല്ല. ഇല്ലേ? ഉണ്ടേ, ഉണ്ടുണ്ടേ ഉണ്ട്. കുറേയധികം നാളുകൾക്ക് മുൻപ് ഒരു ആധുനികോത്തര കവിതാ സമാഹാരത്തിൽ വായിച്ച ഒരു കുഞ്ഞിക്കവിത ഓർമ്മയിൽ നിന്ന് എടുത്ത് വീണ്ടും പറഞ്ഞതാണിത്. യഥാർത്ഥത്തിൽ വിഷയം ജാതി ചിന്തയെപ്പറ്റിയായിരുന്നു. ആരോട് ചോദിച്ചാലും എല്ലാവരും നിരാകരിക്കുന്നതും, എന്നാൽ രാഷ്ട്രപതി കസേര മുതൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി പദങ്ങളിലും സ്കൂൾ പിയൂണിൻ്റെ പണിയിൽ പോലും ഉൾപ്പെടെ ഭാരതത്തിലുടനീളം നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്, പച്ച പരമാർത്ഥമാണ് ജാതി ചിന്തയും ജാതിയും അതിൻ്റെ ഉച്ചനീചത്വങ്ങളും. പിഴുതെടുത്ത് കളയാനാവാത്ത വണ്ണം അത്ര രൂഢമൂലമായിരിക്കുന്നു ഈ യാഥാർത്ഥ്യം. ജിതേന്ദ്ര മിശ്രയുടെ ഈക്വാളിറ്റി വേഴ്സസ് ജസ്റ്റിസ്, ദ പ്രോബ്ലം ഓഫ് റിസർവേഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ് എന്ന കൃതിയിലെ പ്രാരംഭ വാക്യം ഇപ്രകാരമാണ്: ടു ബിൽഡ് അപ്പ് എ ജസ്റ്റ് സൊസൈറ്റി ഹാസ് ബീൻ എ ഡ്രീം ഓഫ് മാൻകൈൻഡ് സിൻസ് ദ വെരി ഡോൺ ഓഫ് സിവിലൈസേഷൻ. എ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഇൻഇക്വാളിറ്റി can never be just. ഓരോ സംസ്കാരത്തിൻ്റെയും ഉദയമുഹൂർത്തത്തിലെ മാനവ സ്വപ്നമാണ് നീതി പുലരുന്ന സമൂഹ നിർമ്മിതി. ഉച്ചനീചത്വങ്ങളും വലിപ്പ ചെറുപ്പങ്ങളും നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ എങ്ങനെ നീതി നിലനിൽക്കാനാകും? ആർക്കും നിരാകരിക്കാനാവാത്ത സത്യമല്ലേ ഇത്? വിഖ്യാതനായ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ശ്യാംചന്ദ്രൻ ദുബെ എഴുതിയ ഭാരതീയ സമൂഹത്തിൻ്റെ ഭൂത വർത്തമാന കാലങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഇന്ത്യൻ സമൂഹം എന്ന ഗ്രന്ഥത്തിലെ 3-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് വർണ്ണവും ജാതിയും എന്നാണ്. ദേശീയ തലത്തിൽ വിവിധ മതവർണ്ണ വിഭാഗങ്ങളുടെ അപഗ്രഥത്തിനൊടുവിൽ പ്രൊഫസർ ദുബെ എഴുതുന്നു: സമകാലിക ഭാരതീയ സമൂഹത്തിൽ ആധുനികതയിലേക്കും പാരമ്പര്യതയിലേക്കുമുള്ള ശക്തിയേറിയ വിരുദ്ധ പ്രവണതകളുടെ പ്രവർത്തനം അനുഭവപ്പെട്ടു വരുന്നുണ്ട്. അവ തമ്മിലുള്ള സംഘട്ടനം സംഭ്രമജനകമായ ചില പ്രത്യാഘാതങ്ങൾ ഉളവാക്കിയിരിക്കുന്നു. ഒരിടത്തു രാജ്യം, ജനാധിപത്യം, സമത്വവാദം, മതേതരത്വം, സാമൂഹ്യനീതി എന്നിവയുടെ തത്വശാസ്ത്രം സ്വീകരിച്ച് അതിനുവേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരിടത്ത് ചിരപുരാതനമായ കൂറുകൾ തുടർന്നു വരുന്നു. ചൂഷണ പ്രധാനമായ ഘടനകൾ ഒരിക്കൽ പോലും ഗൗരവപൂർവം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. പാരമ്പര്യത്തെക്കുറിച്ചുള്ള സുഖസ്മരണ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തി വരുന്നു. മതപരമായ നവീകരണവും പിന്നീട് രൂപം കൊണ്ട മതമൗലികവാദവും കർശനമായി കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല. വൈകാരികവും ബുദ്ധിപരവുമായ തലത്തിൽ വർണ്ണ ജാതി വ്യവസ്ഥയിൽ കടന്നുകൂടിയിട്ടുള്ള അസമത്വവും മനുഷ്യത്വരാഹിത്യവും അപലപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവയെ ഉന്മൂലനം ചെയ്യുന്നതിന് കാര്യമായ ശ്രമവും നടത്തപ്പെട്ടിട്ടില്ല. പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മറ്റു പിന്നോക്ക സമുദായങ്ങളും അടങ്ങിയ രാജ്യത്തിലെ പകുതിയോളം വരുന്ന ജനസംഖ്യയ്ക്ക് മൊത്തം കൃഷിഭൂമിയുടെ 10% കൈവശമുള്ളത്. പാവപ്പെട്ടവർക്ക്, അതായത് അടിമത്തൊഴിലാളികളും അപമാനകരമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടവരും തങ്ങളുടെ ദൗർഭാഗ്യപരമായ സ്ഥിതിയിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള മാർഗങ്ങൾ വളരെ ഉള്ളൂ എന്ന് പ്രൊഫസർ S.C. ദുബെ ഈ ഇന്ത്യൻ സമൂഹം എന്ന പുസ്തകത്തിൻ്റെ 76-77 പേജുകളിൽ കുറിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ജാതി ചിന്ത നിറഞ്ഞ ഒരു കാലഘട്ടമാണെന്ന്
വിലയിരുത്തേണ്ടി വരും. കേരളത്തിൻ്റെ ഇടതുപക്ഷ ചിന്താധാരകളുടെ ആചാര്യൻ സഖാവ് AK ഗോപാലൻ്റെ ഹരിജനം എന്ന പുസ്തകം ശ്രദ്ധേയമാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും തുടർന്നും ദേശീയ തലത്തിലെ നേതൃത്വ നിരകളിൽ പോലും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ജാതിചിന്തയും സ്വാധീനവും അംഗീകരിച്ചും അതിനോട് സമരസപ്പെട്ടുകൊണ്ടുമുള്ള പ്രവർത്തനമായിരുന്നു എന്ന് സഖാവ് AKG വിമർശിക്കുന്നു. മഹാത്മാഗാന്ധിയുടെയും ഗോൾവാൾക്കറുടെയും ഒക്കെ നിലപാടുകൾ അതിനെ സാധൂകരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. AKG എഴുതുന്നു, ഒരിക്കൽ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒട്ടനവധി ചോദ്യങ്ങളെ ഗാന്ധിജിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ചോദ്യം ഇതായിരുന്നു: ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 വിഭജിച്ച ജാതി വിഭജനം അംഗീകരിക്കുന്നുണ്ടോ? ഒരു ജാതിയുമായി ബന്ധപ്പെട്ട ഒരാൾ മറ്റൊരു ജാതിക്കാരൻ്റേതെന്ന് കരുതുന്ന ജോലി ചെയ്യുന്നത്, അതിനെ നിരോധിക്കുന്നത്, പിറവിയുടെ അടിസ്ഥാനത്തിലാക്കുന്നത് ശരിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പിറവി കൊണ്ട് മനുഷ്യനെ ബ്രാഹ്മണനായും ക്ഷത്രിയനായും വൈശ്യനായും ശൂദ്രനായും മാറ്റുന്നത് എന്തിനാണ്? പിറവിക്കെന്താ എന്തിനാണ് ഇത്രയധിക പ്രാധാന്യം കൊടുക്കുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ മഹാത്മജി ഇങ്ങനെ മറുപടി പറഞ്ഞു നൽകി അത്രേ: മനുഷ്യനെ ജാതിയുടെ പേരിൽ 4 വിഭജിക്കുന്നതിൻ്റെ, അതിനെ അംഗീകരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പ്രകൃതി നിയമങ്ങളെ അംഗീകരിക്കുകയാണ് എന്നാണ്. അത് പാരമ്പര്യത്തിൻ്റെ നിയമമാണ്. നാം ജനിച്ചിട്ടുള്ളത് മാതാപിതാക്കളുടെ ചില പ്രത്യേക സവിശേഷതകളോട് കൂടെയാണ്. പൊതുനിയമത്തിന് വിധേയമായും ചില പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യത്തോടും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ജാതി പിറവിയിൽ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞകാല ആചാരങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വെളിച്ചത്തിൽ പിറവിയിൽ ബ്രാഹ്മണ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരാളെ ബ്രാഹ്മണനായി അല്ലാതെ കാണാൻ വയ്യ. ഒരു ബ്രാഹ്മണൻ അയാളുടെ പ്രവർത്തനം കൊണ്ട് ശൂദ്രനാകുന്നു എങ്കിലും അയാളെ ബ്രാഹ്മണനായി അംഗീകരിക്കുന്നത് കൊണ്ടും കാണുന്നത് കൊണ്ടും ലോകത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇത് ഇന്ന് യഥാർത്ഥത്തിൽ ഹിന്ദു സമുദായം ഈ 4 ജാതികളായി വിഭജിക്കപ്പെട്ടത് പരിഹാസമായിട്ടുണ്ടെന്നതിന് സംശയമില്ല. ഈ ഒരു കാരണം കൊണ്ട് പ്രകൃതി നിയമത്തെ എനിക്കെങ്ങനെ നിരാകരിക്കാൻ കഴിയും? എന്നാലും എനിക്കറിയാം, ഞാൻ അത് നിരാകരിക്കുകയാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടേക്കുമെന്ന്. എങ്കിലും അത് നിരർത്ഥകമായ ഒരു കുറുക്ക് വഴിയായി തീരും. പുരമകളിൽ കയറി ഞാൻ പ്രഖ്യാപിക്കും, മനുഷ്യൻ്റെ ജാതി അഹങ്കാരത്തിൻ്റെ പ്രശ്നമല്ല, 4 ജാതികൾ തമ്മിൽ പ്രാമുഖ്യം ഏതിനെന്നുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടതല്ല. ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ താണജാതിക്കാരനായ ശൂദ്രനെ സേവിക്കുന്നത് ബഹുമതിയായി കണക്കാക്കണം. ക്ഷത്രിയൻ്റെയും വൈശ്യൻ്റെയും ശൂദ്രൻ്റെയും പ്രത്യേകതകളുള്ള ബ്രാഹ്മണനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. എന്നാൽ മാത്രമേ അയാൾ പരിശുദ്ധമായ അറിവുള്ള ഒരു പ്രബല മനുഷ്യനായി തീരൂ. എന്നാലും ജാതി ഇന്ന് മൂശയിലിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഫലം ദൈവത്തിന് മാത്രമേ അറിയാവൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ ബ്രാഹ്മണന് അറിയുമായിരിക്കും എന്ന് മഹാത്മജി യങ് ഇന്ത്യ അതിൻ്റെ 1926 ജനുവരി മാസം 21 പ്രസിദ്ധീകരിച്ച പത്രത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് AK ഗോപാലൻ ഹരിജനം എന്ന ഈ പുസ്തകത്തിൻ്റെ 22-23 പേജുകളിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. മറ്റു മതങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴും മഹാത്മജിക്ക് താനൊരു സനാതന ഹിന്ദു ആണെന്ന് പറയുന്നതിൽ മടിയൊന്നുമുണ്ടായിരുന്നില്ല എന്ന് സഖാവ് AKG വിലയിരുത്തുകയും ചെയ്യുന്നു. 1921 ഏപ്രിൽ 13 അഹമ്മദാബാദിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ
പ്രസംഗിക്കവെയാണ് ഗാന്ധിജി ഈ കാര്യം അവകാശപ്പെട്ടത്. ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ശ്രീ ഗോൾവാർക്കറിൻ്റെ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള നിലപാടുകളെയും അതിനായി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും ഇതര മതങ്ങളെയും വിശ്വാസികളെയും ഇകഴ്ത്തിക്കണ്ടതിനെയും വിമർശിച്ച് സഖാവ് AK ഗോപാലൻ എഴുതുന്നു. ഹരിജനം എന്ന പുസ്തകത്തിൻ്റെ 31-ാം പേജിൽ ഹിന്ദുമതത്തെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 ജാതികളായി വിഭജിച്ച് കാണണമെന്നും അവയെ നിലനിർത്തണമെന്നുമാണ് ജനസംഘം ആഗ്രഹിക്കുന്നത്. ബ്രാഹ്മണ മേധാവിത്യം ഇന്ത്യയുടെ പുരോഗതിക്കടിസ്ഥാനമായ വസ്തുതയാണെന്ന് അവർ കരുതുന്നു. അങ്ങനെ സ്വതന്ത്ര രാഷ്ട്രത്തിനായി ഒരു ജനതതി എന്ന നിലയിൽ ഭാരതം ദാഹിക്കുമ്പോഴും രാഷ്ട്രീയ സ്വയം സേവക് RSSൻ്റെ 2ാമത്തെ സർസംഘചാലക് ആയിരുന്ന ഗോൾവാർക്കർ ഭാരതത്തിൻ്റെ അടിസ്ഥാന സ്വത്വം മുഖ്യമായും ജാതി വ്യവസ്ഥയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: വർണ്ണ സിസ്റ്റം ഹാസ് ബിക്കം നിയർലി ദ മെയിൻ ഐഡൻറ്റിറ്റി ഓഫ് അവർ നാഷണാലിറ്റി. അദ്ദേഹത്തിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള 2 പുസ്തകങ്ങൾ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് 1939 പ്രസിദ്ധീകരിച്ചതും തുടർന്ന് 1966 ഇറക്കിയ ബഞ്ച് ഓഫ് തോട്ട്സ്, മലയാളത്തിൽ വിചാരധാര എന്നീ 2 പുസ്തകങ്ങളാണ്. ബഞ്ച് ഓഫ് തോട്ട്സിൽ അദ്ദേഹം ഇപ്രകാരം കുറിച്ചു: ഈക്വാളിറ്റി ഇസ് എ മിത്ത് ഇൻ പ്രാക്ടീസ്. അതായത് സമത്വം പ്രായോഗികമായി ഒരു കാൽപ്പനിക കഥയാണെന്ന് ബഞ്ച് ഓഫ് തോട്ട്സിൻ്റെ 18-ാം പേജിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശ്രീ ഗോൾവാർക്കർ വീണ്ടും വ്യക്തമാക്കുന്നു, ജാതി വ്യവസ്ഥയുടെ ഇന്നത്തെ വൈകൃത രൂപം കണ്ട് ചില ആളുകൾ ആ വ്യവസ്ഥയെ വെറുതെ എതിർക്കുകയാണ്. ഇന്ത്യക്കാരുടെ എല്ലാ അപകർഷത്തിനും കാരണം ജാതി വ്യവസ്ഥയാണെന്ന് അവർ കാണുന്നു. എന്നാൽ അത് ശരിയാണെന്ന് ചരിത്രം തെളിയിക്കുന്നില്ല. സാംസ്കാരികമായി ഉയർന്ന നിലയിലായിരുന്നു പഴയകാലത്ത് ജാതി വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നത്. നമ്മുടെ സാമൂഹിക വികസനത്തിന് ജാതി എതിരായിരുന്നു എന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല. യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥ നമ്മുടെ സമുദായത്തിൻ്റെ യോജിപ്പ് സംരക്ഷിക്കുന്നതിന് സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന ആ പുസ്തകത്തിൻ്റെ 31-ാം പേജിൽ ശ്രീ ഗോൾവാർക്കർ കുറിക്കുന്നു. അതേ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി, ഹിന്ദുക്കളുടെ സൂക്തങ്ങൾ മാത്രം ലോകത്ത് ഒരുമിച്ചാലേ മനുഷ്യൻ്റെ കഴിവിൻ്റെ പരിമിതിയിലുള്ള സാഹോദര്യത്തിന് പ്രതീക്ഷാനിർഭരമായ അടിസ്ഥാനം നൽകാനാവൂ എന്നും അദ്ദേഹം കുറിച്ചിരുന്നു. ചുരുക്കത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്തും തുടർന്നും ജാതി ചിന്തയും അനുബന്ധ കാര്യങ്ങളും ഉന്മൂലനം ചെയ്യുന്നതിനേക്കാളുപരി രൂഢമൂലമാകുന്ന പ്രവണതയാണ് ദേശീയ തലത്തിൽ തന്നെ എങ്ങും നിലനിന്നു പോയത്. എങ്കിലും ചില ആശാവഹമായ ആശയങ്ങളും ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തും തുടർന്നും ഭാരതത്തിന് അനുഗ്രഹമായി വന്നിരുന്നു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തീർത്തും വ്യത്യസ്തമായ അപ്രകാരം ഉള്ള ആശാവഹമായ ആശയമാണ് എന്നും സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം ഭാരത സമൂഹത്തിലെ ജാതി ശ്രേണിയുടെ അപകടങ്ങളെയും അപജയങ്ങളെയും കണ്ടിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1942 മുതൽ 1945 വരെ മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗറിലെ ജയിലിൽ കഴിയവേ നെഹ്റു എഴുതിയ, പിന്നീട് 1946 പ്രസിദ്ധീകരിച്ച ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ജൈനമത സ്ഥാപകൻ മഹാവീര്യൻ്റെയും ശ്രീബുദ്ധൻ്റെയും അടിസ്ഥാന നിലപാടുകൾ ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരായിരുന്നു എന്ന് നെഹ്റു ഈ പുസ്തകത്തിൽ കുറിക്കുന്നുണ്ട്. അങ്ങനെ സമത്വവും സാഹോദര്യവും പുരോഗതിക്കുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് ജാതിയുടെ ചേരിതിരിവിന് അതീതമായി ചിന്തിക്കണമെന്ന് അദ്ദേഹം
ഈ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ ഈ ഒരു അധ്യായം, മഹാവീര ആൻഡ് ബുദ്ധ കാസ്റ്റ് തിയറി ഇൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തിൽ, അത് ഈ പുസ്തകത്തിൻ്റെ 119 മുതൽ ഉള്ള ആ പേജുകളിൽ കാണാനാകും. പട്ടികജാതിക്കാരുടെ അനിഷേധ്യ നേതാവായിരുന്ന ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ മാറ്റിയെടുക്കാനായി ക്രിയാത്മകമായ തൻ്റെ നിലപാടുകൾ പ്രവാചക ധീരതയോടെ വ്യക്തമാക്കുന്ന കൃതിയാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി ഉന്മൂലനം. 1936 ലാഹോറിൽ വെച്ച് നടത്താനായി തയ്യാറാക്കിയ അധ്യക്ഷ പ്രസംഗം ആ വിഷയത്തിൻ്റെ പ്രത്യേകത കൊണ്ടുതന്നെ പ്രസംഗിക്കാനായില്ല. അങ്ങനെ 88 വർഷങ്ങൾക്ക് മുൻപ് മുംബൈയിൽ നിന്നും പ്രസാധനം ചെയ്ത ഈ കൃതി ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിശിഷ്ട ഗ്രന്ഥമാണ്. ബുക്കർ പുരസ്കാര ജേതാവായ അരുന്ധതി റോയ് ദ ഡോക്ടർ ആൻഡ് ദ സെയിൻറ്റ്, ഡോക്ടറും വിശുദ്ധനും എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ പഠനം അംബേദ്കർ ചിന്തകൾ മഹാത്മാഗാന്ധിയുടെ നിലപാടുകളുടെ വെളിച്ചത്തിൽ വായനാലോകത്തിൽ ചൂടൊപ്പമായി. ജാതി ഉന്മൂലനം എന്ന കൃതിയെപ്പറ്റി അരുന്ധതി റോയ് എഴുതി. ഞാൻ ആ കൃതി ആദ്യം വായിച്ചപ്പോൾ മങ്ങിയ വെളിച്ചമുള്ള മുറിയിൽ ആരോ കടന്നു വന്ന് ജനാലകൾ തുറന്നിട്ടതുപോലെ അനുഭവപ്പെട്ടു. ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറെ വായിക്കുന്നത് മിക്ക ഇന്ത്യക്കാരും വിശ്വസിക്കാൻ പഠിപ്പിക്കപ്പെട്ടതും എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള വിടവിന് മുകളിൽ ഒരു പാലം തീർക്കും എന്ന് അരുന്ധതി റോയ് ദ ഡോക്ടർ ആൻഡ് ദ സെയിൻറ്റ്, ദി അംബേദ്കർ ഗാന്ധി ഡിബേറ്റ്, കാസ്റ്റ്, റേസ് ആൻഡ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന കൃതിയുടെ ആദ്യ പേജിൽ തന്നെ എഴുതുന്നു. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ കണ്ടെത്തിയ വഴി ജാതി ഉന്മൂലനം എന്ന പുസ്തകത്തിൽ ഇങ്ങനെ സംഗ്രഹിച്ചിരിക്കുന്നു: ഹിന്ദു സമുദായം രൂപാന്തരപ്പെട്ടതുകൊണ്ടായില്ല, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടണം. ഇതിനുവേണ്ടി ഹിന്ദു ശാസ്ത്രത്തിൻ്റെ ആധികാരിക സ്വഭാവം നശിപ്പിക്കുക തന്നെ വേണം. കാരണം ശാസ്ത്രമാണ് ജാതിയുടെ അടിസ്ഥാനമെന്ന ധാരണ തുടച്ചു മാറ്റാൻ കഴിയാത്ത വിധം ജാതിയിൽ വേരൂന്നിക്കഴിഞ്ഞിരിക്കുന്നു. ജാതിയുടെ അടിത്തറയ്ക്കുമേൽ ഒന്നും നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാനാവില്ല. നിങ്ങൾക്ക് രാഷ്ട്രം പണിതുയർത്താൻ, നിങ്ങൾക്ക് ധാർമ്മികത പണിതുയർത്താൻ പറ്റില്ല. ജാതിയുടെ അടിത്തറയ്ക്കുമേൽ നിങ്ങൾ പണിയുന്നതെന്തായാലും അത് തകരും. അതൊരിക്കലും സമഗ്രതയുള്ളതായിരിക്കില്ല എന്ന് ജാതി ഉന്മൂലനം എന്ന പുസ്തകം, അതിൻ്റെ മലയാള പരിഭാഷ RK ബിനുരാജ് എഴുതിയതിൻ്റെ DC ബുക്സ് പ്രസിദ്ധീകരിച്ചതിൻ്റെ 244 പേജിൽ കുറിക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഭാരതം കണ്ട വ്യത്യസ്തമായ ഒരു ശബ്ദം യഥാർത്ഥത്തിൽ അംബേദ്കറുടേതായിരുന്നു. അദ്ദേഹം ഭരണഘടനാ ശില്പിയായും വന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ സമത്വവും സ്വാതന്ത്ര്യവും സമഭാവനയും സാഹോദര്യവും അടിസ്ഥാന അവകാശങ്ങളായി വന്നതും തുടർച്ചയായി മതേതരത്വവും ഭരണഘടനയുടെ ഭാഗമായി തീർന്നതും ഭാരതത്തിൻ്റെ ഭാവി ഭാഗതയും നിർണയിക്കാനായി. ജാതി ഉന്മൂലന ശ്രമത്തിലെ വിവിധ ചരിത്ര സംരംഭങ്ങളെയും നേതാക്കളെയും കുറിച്ച് അരുന്ധതി റോയ് ഡോക്ടറും വിശുദ്ധനും എന്ന കൃതിയിൽ വളരെ സംഗ്രഹമായി സൂചന നൽകുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തകവികളായ കബീർ, തുക്കാറാം, മീര എന്നിവർ അതിൻ്റെ തിളങ്ങുന്ന ഓർമ്മകളാണ്. കേരളത്തിലെ നവോത്ഥാന ചിന്തകൾക്ക് ശക്തി പകർന്ന അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുവിനെയും തമിഴ്നാട്ടിൽ അപ്രകാരം നിലപാടുകൾക്ക് നേതൃത്വം നൽകിയ പെരിയാർ എന്ന് വിളിക്കപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കരെയുമൊക്കെ അഭിമാനത്തോടെ നാം അനുസ്മരിക്കണം.
1928 ബ്രഹ്മ സമാജ് സ്ഥാപിച്ച രാജാറാം മോഹൻ റോയും 1875 ആര്യ സമാജ് ആരംഭിച്ച ദയാനന്ദ സരസ്വതിയും 1897 രാമകൃഷ്ണ മിഷൻ തുടക്കം കുറിച്ച സ്വാമി വിവേകാനന്ദനുമെല്ലാം വിസ്മരിക്കാനാവാത്ത വ്യക്തികളും അവർ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുമാണ് എന്ന് അരുന്ധതി റോയ് വ്യക്തമാക്കുന്നു. ഒരു കാലത്ത് കേരളം ശ്രദ്ധയോടെ ശ്രവിച്ചിരുന്ന സ്വരമാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റേത്. അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇപ്പോഴും ഇന്ത്യയിൽ ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു സത്തയുണ്ടെങ്കിൽ അത് ജാതി സത്തയാണ്. ഇത് കുറിച്ചിരിക്കുന്നത് അനുഗ്രഹീതനായ കവി കെ സച്ചിദാനന്ദൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ജാതി വ്യവസ്ഥയും വർഗസമരവും എന്ന ആ പുസ്തകത്തിൻ്റെ 14-ാം പേജിലാണ്. ദേശീയ തലത്തിൽ ഭാരതത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും സവർണർ, അവർണർ, അസ്പൃശ്യർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തരം തിരിച്ചിരിക്കുന്നു. സർക്കാർ രേഖകളിൽ സവർണർ, മുന്നോക്കക്കാർ, അതായത് FC ഫോർവേഡ് കാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവർണർ എന്ന് വിളിക്കപ്പെടുന്നത് മറ്റ് പിന്നോക്ക വിഭാഗം OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്നാണ്. എന്നാൽ പട്ടിക വിഭാഗങ്ങളെ SC അസ്പർശ്യർ എന്നാണ് അറിയപ്പെടുക. ആദിവാസി വിഭാഗങ്ങളെ പട്ടികവർഗം ST എന്നും അറിയപ്പെടുന്നു. ഓരോ വിഭാഗത്തിലും അസംഖ്യം ജാതികളും ഉപജാതികളും നിലനിൽക്കുന്നു. ജാതികൾ തമ്മിലും ജാതികൾക്കുള്ളിലെ ഉപജാതികൾ തമ്മിലും തീണ്ടലും തൊടിയിലും തുടങ്ങിയ ഐത്താചാരങ്ങൾ നടക്കുന്നു. അങ്ങനെ ഈ വേർതിരിവുകളിലും ഉച്ചനീചത്വങ്ങളിലും മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന ശ്രീനാരായണ ഗുരുവാക്യം നാം വിസ്മരിക്കുന്നു. ചരിത്രത്തിലെ ത്യാഗ നിലപാടുകൾ. ഈ പശ്ചാത്തലത്തിൽ ചരിത്രത്തിൽ പ്രത്യേകം ഇടം നേടിയ ചാന്നാർ ലഹള നാം ഓർക്കണം. ചാന്നാർ സ്ത്രീകൾ, അതേത് പ്രായത്തിലെ സ്ത്രീ ആയാലും മറച്ചുകൂടാ എന്നതായിരുന്നു അന്ന് നിലവിലിരുന്ന അലിഖിത നിയമവും ആചാരവും. അതിനെതിരായി നിലകൊണ്ടു എന്നാണ് ചാന്നാർ സ്ത്രീകളെടുത്ത നടപടി. ലഹളയ്ക്കിടയിൽ തിരുവിതാംകൂറിലെ റാണി ഗൗരി പാർവതിഭായിയുടെ സർക്കാർ വിളംബരത്തിലൂടെ പ്രസ്തുത ഐത്ത ആചാരത്തിന് നിയമപ്രാബല്യം നൽകി എന്ന് A. ശ്രീധരമേനോൻ്റെ വിഖ്യാതമായ ഗ്രന്ഥം കേരള ചരിത്രം അതിൻ്റെ 475-ാം പേജിൽ ഉദ്ധരിക്കുന്നു. ആ കാലം ഈഴവ സ്ത്രീകൾ മുലക്കരവും തലക്കരവും കൊടുക്കണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. കരം പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഉപദ്രവം സഹിക്കാതായപ്പോൾ ചേർത്തല താലൂക്കിലെ ഒരു ഈഴവ ധീര വനിത അവളുടെ സ്തനങ്ങൾ രണ്ടും ഛേദിച്ച് ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വച്ചു കൊടുത്തിട്ട് കരം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. മഹാഭാരതത്തിലെ ഏകലവ്യൻ്റെ കഥ ഇന്നും പ്രസക്തമാണ്. ഒരു വേടൻ്റെ മകനായ പിന്നോക്ക ജാതിയിൽപ്പെട്ട ഏകലവ്യന് അസ്ത്രായുധ വിദ്യയിൽ വിദഗ്ധനായ ദ്രോണാചാര്യൻ്റെ അടുത്തു നിന്ന് അസ്ത്രായോധനമുറ പഠിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തെ സമീപിച്ച് അറിയിച്ചു. എന്നാൽ ദ്രോണാചാര്യൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: പിന്നോക്ക ജാതിയിലുള്ള നിന്നെ എൻ്റെ ശിഷ്യനായി എനിക്കെടുക്കാനാവില്ല. എൻ്റെ വിദ്യാർത്ഥികൾ രാജാക്കന്മാരും രാജകുമാരന്മാരുമാണ്. നിരാശനായെങ്കിലും ആത്മധൈര്യം കൈവിടാതെ ഏകലവ്യൻ ദ്രോണാചാര്യൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി. അതിന് മുൻപിൽ നിന്ന് ഗുരുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ആയുധാഭ്യാസം തുടങ്ങി. ആയോധനമുറ സ്വന്തമാക്കി എന്നു മാത്രമല്ല, മികവുറ്റ ഒരു അസ്ത്രായുധ വിദഗ്ധനായി വളർന്നു വന്നു. ഒരിക്കൽ പാണ്ഡവ രാജകുമാരന്മാർ ഏകലവ്യൻ താമസിക്കുന്ന ആ കാട്ടിലൂടെ കടന്നു പോയപ്പോൾ മാർഗദർശനത്തിനായുള്ള നായ
വായ്ക്ക് പരിക്കൊന്നുമില്ലാതെ ഒരു അസ്ത്രം കൊണ്ട് വായ പൂട്ടപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ആരാണ് ഇത്രയും സമർത്ഥനായ വില്ലാളി? അവർ അതിശയിച്ചു. അങ്ങനെയാണ് അസ്ത്രവിദ്യയിൽ പ്രാവീണ്യമുള്ള ഈ യുവാവിൻ്റെ അടുത്ത് പാണ്ഡവന്മാർ എത്തിയത്. ഏകലവ്യനെ സമീപിച്ചു ചോദിച്ചു, ആരാണ് നിന്റെ ഗുരു? സംശയമന്യേ ഏകലവ്യൻ മറുപടി പറഞ്ഞു, ദ്രോണാചാര്യനാണ് എൻ്റെ ഗുരു. രാജകുമാരന്മാരുടെ പരാതി പ്രകാരം ഏകലവ്യനെ ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ച് അന്വേഷിച്ചപ്പോൾ ദ്രോണാചാര്യൻ ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ടത് തള്ളവിരലാണ്. ഞാൻ എൻ്റെ ജീവൻ പോലും തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഏകലവ്യനോട്, നിൻ്റെ ജീവൻ എനിക്ക് വേണ്ട, വലതു കരത്തിലെ ആ തള്ളവിരൽ മാത്രം മതിയെന്ന് ദ്രോണാചാര്യർ ആവശ്യപ്പെട്ടു അത്രേ. പിന്നോക്ക ജാതിയിൽപ്പെട്ട ഏകലവ്യൻ ക്ഷത്രിയ രാജാക്കന്മാരെക്കാൾ വിദഗ്ധനായി ഇനി എങ്ങനെ മുന്നോട്ട് വരും? വലതുകരത്തിലെ ആ തള്ളവരിലില്ലെങ്കിൽ എങ്ങനെ അസ്ത്രവിദഗ്ധൻ ആയിത്തീരും, അസ്ത്രമെയ്യാനാകും? ഇനി എന്ത്? ഒന്ന്, നിന്നിലെ മാനവികത തിരിച്ചറിയുക. BC 50 ജീവിച്ചിരുന്ന യവന ചിന്തകനായ തെയിൽസിനോട് ശിഷ്യൻ ചോദിച്ചത്രേ, ഏറ്റവും വിഷമം പിടിച്ച സംഗതി എന്താണ്? ഗുരുവിൻ്റെ മറുപടി ഇതായിരുന്നു, നിന്നെ തന്നെ അറിയുക. തെയിൽസ് ജീവിച്ചിരുന്ന ഗ്രീസിലെ ഡെൽഫിയിലെ അപ്പോളോ ദേവന് വേണ്ടി പണിതീർത്തിട്ടുള്ള ആ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ കൊത്തിവെച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്, നിന്നെ തന്നെ അറിയുക. ക്രിസ്തു ചോദിച്ചില്ലേ, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 13-ഉം 15-ഉം വാക്യങ്ങളാണവ. യഥാർത്ഥത്തിൽ ആത്മാവബോധത്തിലേക്കാണ് ഈ ചോദ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ നിന്നിലെ മാനവികത തിരിച്ചറിയുക. ആ ആത്മീയ അവബോധം നിന്നെ വിമോചനത്തിലേക്ക് നയിക്കും. 2, പ്രകാശമാകുക. ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ആനന്ദ, നീയാണ് നിൻ്റെ വെളിച്ചം. നീ ഗുരുവെന്ന് വിളിക്കുന്ന ഞാൻ പോലുമല്ല. യു ആർ യുവർ ലൈറ്റ് ആനന്ദ, നോട്ട് ഈവൻ ഐ whom you call master. യോഹന്നാൻ്റെ സുവിശേഷം 8:12 ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അതേ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ നോക്കി അറിയിച്ചു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായിയുടെ സുവിശേഷം 5:14. ഈ 2 വാക്യങ്ങളിലും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ക്രിസ്തു തന്നെപ്പറ്റി പറയുമ്പോഴും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞപ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്കിലെ പദം ഒരേ വാക്ക് തന്നെയാണ്, ഫോസ്. ഈ ഫോസ് എന്ന പദത്തിൽ നിന്നാണ് ഫോട്ടോകോപ്പി, ഫോട്ടോസിന്തസിസ്, ഫോട്ടോഗ്രാഫി എന്നുള്ള പദങ്ങളെല്ലാം വരിക. ഇത് വളരെയേറെ ചിന്തോദ്ദീപകമാണ്, ശ്രദ്ധേയമാണ്. സ്വയം പ്രകാശമായി ഉയരുകയും മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുകയും ചെയ്യണം നാം ജീവിക്കുന്ന സമൂഹം അങ്ങനെ മുഴുവൻ പ്രകാശിതമായി തീരും. അപ്പോൾ 3-മതായി അന്ത്യോദയ, അവസാന ആളുടെയും ഉദയം. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 2 നയരേഖകൾ പ്രസക്തവും പ്രചോദനാത്മകവുമാണ്. 2016 പ്രസിദ്ധീകരിച്ച ദളിത് ശാക്തീകരണ പോളിസി, സമഗ്ര സമൂഹങ്ങളെ സൃഷ്ടിക്കുക ഒരു ധാർമ്മിക കടമ എന്നതും 2007 ആദ്യം പ്രകാശനം ചെയ്തതും തുടർന്ന് 2023 പരിഷ്കരിച്ച് പുനഃപ്രസാധനം നടത്തിയതുമായ ഭാരത കത്തോലിക്ക വിദ്യാഭ്യാസ നയരേഖയും. വിദ്യയിലൂടെ ആത്യന്തികമായി നേടിയെടുക്കേണ്ട 2 കാര്യങ്ങൾ അന്ത്യോദയ, സർവോദയ എന്നിവയാണ്. അങ്ങനെ അവസാനത്തെ വ്യക്തിയുടെയും ഉദയം, അതുവഴി എല്ലാവരുടെയും ഉന്നതി അഥവാ സർവോദയ, അതാകണം
ദേശത്തിൻ്റെയും സഭയുടെയും നാം ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിനാകണം നമ്മുടെ നിതാന്ത ശ്രദ്ധയും കൂട്ടായ കരുതലും. അങ്ങനെയെങ്കിൽ ഉദയം അകലെയാവില്ല.